ഇർ എന്ന് പറയുന്ന അക്ഷരം വെച്ചിട്ടൊരു പുതിയ ഇറക്ക് വന്നിട്ടുണ്ടല്ലോ. ഈ ഇർ എന്ന് പറഞ്ഞൊരു അക്ഷരം എനിക്ക് കിട്ടിയത് നമ്മൾ യാത്രയിൽ കിട്ടുന്നവരാണ്. ഇന്നസെന്റ് ഏട്ടാ, എന്ത് ചോദിച്ചാലും ഇർ എന്നുള്ള അക്ഷരങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഒരു ഐറ്റം ഉണ്ട് ഇപ്പൊ പുതുതായിട്ടുള്ളത്. അപ്പൊ നമ്മൾ പുള്ളിയോട് പല കാര്യങ്ങൾ ചോദിച്ചാലും അദ്ദേഹം ആ വാക്കിൽ എവിടെയെങ്കിലും ഇർ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ. ഇപ്പൊ ഇന്നസെന്റ് ഏട്ടനെ ഒന്നും പുള്ളിക്ക് കാര്യമായിട്ട് ഇഷ്ടമായിരിക്കില്ല, കാരണം അതിനകത്ത് ഇറില്ലല്ലോ. ഇന്നസെന്റിന്റെ പേര് പിന്നെ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞ ശേഷമാണ് ഇഷ്ടപ്പെട്ടത്, കാരണം മെമ്പറിനകത്ത് ഇല്ല, അത് മാത്രമല്ല, അല്ലാതെ തന്നെ ഇന്നസെന്റ് ഏട്ടൻ എനിക്ക് ഇഷ്ടമാണ്. ഇന്നസെന്റ് ഏട്ടൻ അഭിനയിച്ച ഇറുള്ള ഒരുപാട് പടങ്ങളുണ്ട്. മാന്നാർ മത്തായിലുണ്ട്, ഹിറ്റ്ലറിലുണ്ട്, പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഗോഡ് ഫാദറിലുണ്ട്. കുറെ ഇറുള്ള പടങ്ങൾ. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് തെക്കേ അറ്റത്തോട്ട് ഇറ് വെച്ചൊന്ന് യാത്ര ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പോകും? ഞാൻ നേരെ ഒരു വണ്ടി എടുത്തത് അംബാസഡർ കാർ എടുത്തിട്ട് ഇന്നോവയ്ക്കകത്ത് കയറില്ല. പിന്നെ ടയർ ഉള്ളത് കൊണ്ട് പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടിയും പഞ്ചറാകുമ്പോൾ ഒരു സന്തോഷമാണ്. കാര്യം പഞ്ചറിൽ ഒരു ഇറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ആ സാധനത്തെ കൊണ്ട് ഞാൻ ഇങ്ങനെ കയറി പോകുന്നത്. കാറിലേ കയറുള്ളൂ, ട്രെയിനിൽ കയറൂല, ട്രെയിനിൽ ബസ്സിലൊന്നും കയറൂല. കാര്യം വെച്ചാൽ അതിനകത്ത് ഇറില്ലല്ലോ. അപ്പൊ ഇറുള്ളതെന്ന് വെച്ചാൽ അംബാസഡർ കാർ അങ്ങനെയൊക്കെ പറയുമ്പോഴേ ഇറുള്ളു. പക്ഷേ ട്രെയിനിനകത്ത് വേണം നിങ്ങൾക്ക് കയറാവുന്ന. ട്രെയിനിൽ കയറൂല, പക്ഷെ അവിടെ ചെന്ന് TTR പുറത്തേക്ക് ഇറത്തിട്ട് TTR വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും. ഇറുള്ളതുകൊണ്ട് പിന്നെ ഫ്ലൈറ്റ് എല്ലാ ഫ്ലൈറ്റിലും കയറില്ല, എയർ ഇന്ത്യയിൽ കയറും. എയർ ഇന്ത്യയിൽ ഇറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു സുഖം ഉള്ളത് കൊണ്ട് ഇറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇറാണ് ഇഷ്ടമെങ്കിൽ കാസർഗോഡ് തൊട്ടൊന്ന് തിരുവനന്തപുരം വരെ ഇറിൽ വഴി. കാസർഗോഡ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ഇറുണ്ട്. നേരെ നമ്മൾ കണ്ണൂർ, പയ്യന്നൂര്, തൃക്കരിപ്പൂർ, അവിടെ നിന്ന് നേരെ തിരിച്ചു വന്നിട്ട് നമ്മൾ നേരെ കണ്ണൂർ വന്ന് നിൽക്കും. കണ്ണൂർ എന്ത് ചെയ്യുന്നതായിരിക്കും, വയനാട് പോകാതെ നമ്മൾ മലബാറിലേക്ക് വരും. മലബാറിൽ ഇറുണ്ടല്ലോ, വയനാട്ടിൽ ഇറില്ലല്ല. പിന്നെ അവിടെ നിന്ന് നേരെ ഗുരുവായൂർ വരും. ഗുരുവായൂർ വന്നിട്ട് പിന്നെ അവിടെ ഇറിന്റെ ബഹളമാണ്. അവിടെ നിങ്ങോട്ട് പോരാൻ നേരത്ത് നമ്മൾ തൃപ്രയാറ്, കൊടുങ്ങല്ലൂര്, പറവൂര്, അല്ലെങ്കിൽ നമ്മുടെ കലൂരിൽ നിന്ന് നേരെ അരൂര്, ചന്ദരൂര്, തുറവൂര്, വയലാറ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ചെന്നാൽ അവിടെ ഒരു പറവൂരുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നൂറിനാട് വഴി, അതായത് അടൂര് വഴി കിളിമാനൂരി ചെല്ലും. കിളിമാനൂരി എന്നിട്ട് പിന്നെ പൂവാറ് ചെല്ലും. പൂവാറ് ചെന്നിട്ട് ഉള്ളൂരുണ്ട്. ഉള്ളൂരും കൂടി ടച്ച് ചെയ്തിട്ട് പോകും. കാര്യം ഉള്ളിൽ ഒരു ഇറ് വിട്ട് കളയണം. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും പിന്നെ സാധാ ഹോട്ടലിൽ താമസിക്കില്ല. സാധാ ഹോട്ടലിൽ നമുക്ക് ഇറില്ലല്ലോ. 5 സ്റ്റാർ ആകുമ്പോൾ അതിനകത്ത് ഇറുണ്ടല്ലോ. അത് വിത്ത് ബാറാണെങ്കിൽ അവിടെ പോയി അടിക്കും. കാര്യം ബാറിൽ ഇറുണ്ടല്ലോ. ഇറെന്ന് പറഞ്ഞാൽ ഈ സുഹൃത്ത് ഭയങ്കരമായിട്ട് അടിക്കും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കുന്നത് സിഗ്നേച്ചർ, ജോണി വാക്കർ, കൈ കാച്ചില്ലെങ്കിൽ ജെവിനി ജോഹർ, അല്ലെങ്കിൽ OPR, OCR, പിന്നെ ബിയർ അടിക്കും. അങ്ങനത്തെ ഒരു സംഭവം. ലിക്കർ എന്തായാലും അടിക്കും. ലിക്കർ അടിക്കും, പക്ഷേ സോഡ അടിക്കൂല. അദ്ദേഹം മിനറൽ വാട്ടർ ഒഴിച്ച് അടിക്കുള്ളൂ. മിനറൽ വാട്ടറിനകത്ത് ഇറങ്ങല്ല. സോഡക്കകത്ത് ഈ സാധനമില്ല. അത് വലിയ പാടായിരിക്കും. നിങ്ങൾക്ക് ഈ സിനിമാ നടന്മാരെ ആരൊക്കെയാണ്? സിനിമാ നടന്മാര് നസീർ, ഉമർ ബഗദൂർ, സായികുമാർ, രവികുമാർ, സത്താർ, പഴയ നടന്മാരെ എല്ലാവരും ഇഷ്ടമായിരുന്നു. അടൂർ ബാസിൽ ഇറുള്ളതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് വന്ന കുറച്ച് പേരിൽ അങ്ങനെ മമ്മൂട്ടിനെ, മോഹൻലാലിനെ ഇഷ്ടമല്ല. ആര് ഇറില്ലെന്ന് പറഞ്ഞ് പുള്ളി കമ്പനി കൊടുക്കൂല. പക്ഷെ മകനെ ഇഷ്ടമാണ് മമ്മൂക്കട. ദുൽഖറിൽ ഇറുണ്ടല്ലോ. ഹിന്ദി നടന്മാര് ഹിന്ദി നടന്മാര് ഷബി കപൂർ, പിന്നെ രാജ് കപൂർ, അങ്ങനെ കുറെ എല്ലാവരും ഇഷ്ടമാണ്. പിന്നെ കരീന കപൂറിനോട് ഭയങ്കര ജീവിതമാണ്. അമിതാഭ് ബച്ചന്റെ ഇറില്ലല്ലോ. അമിതാഭ് ബച്ചൻ ഇങ്ങനെ പരിചയപ്പെടുന്നു പറഞ്ഞ് ഫോൺ വിളിച്ചപ്പോൾ ഫോൺ കട്ടാക്കി. പിന്നെ ധർമ്മേന്ദ്രനെ കൊണ്ട് വിളിച്ചപ്പോൾ പുള്ളി ഫോൺ എടുത്ത്. ധർമ്മേന്ദ്രനിൽ ഇറുണ്ടല്ലോ. അങ്ങനെ ഒരു ഇറുള്ളല്ലോ. പാട്ടും ഹിന്ദി പാട്ടും പുള്ളി അങ്ങനെ കേൾക്കുള്ളൂ. ഈ കിഷോർ കുമാറിന്റെ പാട്ട്, ലത മങ്കേഷ്കറിന്റെ പാട്ട്, റഹ്മാൻ സംഗീതം ചെയ്താണെങ്കിൽ ഇരുന്ന് കേൾക്കും. ഇളയരാജൻ അങ്ങനെ വലിയ ഇഷ്ടമല്ല. ആർ ഡി ബർമനെ ഭയങ്കര ഇഷ്ടമാണ്. ആർ ഡി ബർമൻ എന്നൊക്കെ പറയുമ്പോൾ ഇറുള്ളതുകൊണ്ട് ഭയങ്കര താല്പര്യമാണ്. കവികളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം വയലാറിനായിരുന്നു. വയലാറിൽ രാമവർമ്മ 2 ഇറല്ലേ കിടക്കണത്. കഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കും, സാമ്പാർ കഴിക്കും, അച്ചാർ കഴിക്കും, ബിരിയാണി കഴിക്കൂല. പിന്നെ അതിനകത്ത് കിടക്കണ കച്ചമ്പർ കഴിക്കും. കച്ചമ്പറിൽ ഇറുണ്ടല്ലോ. അങ്ങനത്തെ ഒരു കുടിക്കണതും മിനറൽ വാട്ടർ, അങ്ങനെയുള്ള ഇളനീര്, പനിനീര്, അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെയാണ്. താമസിക്കാൻ ഏറ്റവും കൂടുതൽ സ്ഥലം എവിടെയായിരിക്കും? മാന്നാർ പോവും, മൂന്നാർ പോവും, കൊലാലംപൂർ പോവും, ജാംഷഡ്പൂർ പോവും, കാശ്മീർ പോവും. ഇറുള്ള സ്ഥലങ്ങളിലേ പോവുള്ളൂ. ഭാര്യയുടെ പേര് എന്താണ്? ഭാര്യയുടെ പേര് പിന്നെ നൂർജഹാൻ. മക്കളോ? മക്കള് പിന്നെ സത്താറുണ്ട്, പിന്നെ നിസാറുണ്ട്, നാസറുണ്ട്, അൻസാറുണ്ട്, സുബൈറുണ്ട്. അത് ഉണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പോയേക്കണത് എനിക്ക് തോന്നുന്നു സിംഗപ്പൂറാണ് കൂടുതലും പോയേക്കണത്. ജർമ്മനിയിൽ പോയി, ഇറ്റലി പോകില്ല. കാര്യം ഇറ്റലിയിൽ ഇറില്ല എന്ന് പറഞ്ഞ് പോകില്ല. അങ്ങനെ ഒരു ഇറിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ആൾക്കാരാണ്. രാഷ്ട്രീയ നേതാക്കന്മാരിൽ നായനാറിന് ഭയങ്കര ഇഷ്ടമാണ്. കരുണാകരനേക്കാൾ കൂടുതൽ പിന്നെ ലീഡർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരുണാകരൻ സാറിനെ ഏറ്റവും കൂടുതൽ പുള്ളി ഇഷ്ടപ്പെടാൻ കാര്യം. പിന്നെ ശങ്കർ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇറുള്ള ആൾക്കാരുമായിട്ടാണ് കൂടുതൽ. സിനിമയിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഡയറക്ടർ പ്രിയദർശൻ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ഇറുള്ള എല്ലാവരും അടൂർ ഗോപാലകൃഷ്ണനാണ് കൂടുതൽ ഇഷ്ടം വന്നേക്കണത്. അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവമാണ്. പിന്നെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, മ്യൂസിക്, അത് എല്ലാവരും ഉണ്ട്. അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ പിന്നെ പ്രൊഡ്യൂസർ ഉണ്ട്, അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്. അവരിലൊക്കെ ഇറുണ്ടല്ലോ. അതൊക്കെ ഇറുള്ളതുകൊണ്ട് ഭയങ്കര താല്പര്യമാണ്. മുണ്ട് കൊടുക്കില്ല, ബർമുട കൊടുക്കുള്ളൂ. പിന്നെ നിക്കറിടും. നിക്കറിടുന്ന ഭാഗ്യം മുണ്ടെടുക്കുന്നതിൽ പ്രയോജനം. അത് നിക്കറിനകത്ത് ഇറുള്ളതുകൊണ്ട് നിക്കറിടും. ടീഷർട്ട് ഇഷ്ടമാണ്.
അങ്ങനെ പിന്നെ പർദ്ദ ധരിപ്പിക്കും. വൈഫാണെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ പർദ്ദ ഇടും. അങ്ങനത്തെ ഒരു പ്രത്യേക ചുരിദാർ ഇടിപ്പിക്കും. സാരി ഇടിപ്പിക്കൂല, കാര്യം സാരിയിൽ ഇറില്ലെന്നും പറഞ്ഞ് വേണ്ടാന്ന് പറയും. കുളിക്കണത് പിന്നെ കുളത്തിൽ ഇറങ്ങി കുളിക്കൂല, കാര്യം കുളത്തിൽ ഇറങ്ങി കുളിച്ചാൽ ഇറില്ല. കിണറിൽ കുളിക്കും. കിണറിൽ ഒരു ദിവസം കുളിക്കാൻ വേണ്ടി തല കുമ്പിട്ടപ്പോൾ ആഴം അറിയാൻ വേണ്ടി കുമ്പിട്ടെന്ന് പുളുക്കൊന്നും പറഞ്ഞ് താഴെ പോയി. പിന്നെ അവിടെ കിടന്ന് കൈകാലിട്ടടിച്ച് മക്കളും എല്ലാവരും വന്ന് ആരും വന്നിട്ട് പുള്ളി കയറിയില്ല. അവസാനം പോലീസുകാർ വന്ന്, അവർ വിളിച്ചിട്ട് വന്നില്ല. ഫയർഫോഴ്സ് വന്ന് വിളിച്ച് വരാമെന്ന് സമ്മതിച്ചു. പക്ഷെ അവൻ കയറിട്ട് കൊടുത്തപ്പോഴാണ് കയറിൽ പിടിച്ച് ഇങ്ങോട്ട് പോകുന്നത്. കയറിനകത്ത് ഇറുണ്ട്. കുളിക്കണതും ബാത്റൂമിലല്ല, ഷവറിലൊക്കെ നിന്നേ കുളിക്കുള്ളൂ. അങ്ങനെ ഒരു 6 വണ്ടിയുണ്ട്, 6 റൂമുണ്ട്, 6 ഇറുള്ള സ്ഥലങ്ങളിലേ പോകുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള സ്കൂട്ടറും പൾസറും ഒക്കെ ഇങ്ങനെ പുള്ളി റെഡിയാക്കി ഇട്ടേക്കണേന്നും. അത് പ്രത്യേക ലൈഫാണ് പുള്ളിയുടെ. അതാണ് ഇറന്ന കഥാപാത്രത്തിന്റെ. സൂപ്പർ. ഇത്രയും ഇറ് പറഞ്ഞു അല്ലേ? നിങ്ങൾക്കൊന്നും കാണാത്ത കിട്ടാത്ത ഒരു ഇറ് എനിക്ക് വന്നു പോയിടാ 3 പ്രാവശ്യം ക്യാൻസർ. ഞാനതാണ് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുക, കാരണം എനിക്ക് ഇറുണ്ടല്ലോ. അതെ, ഇനി എന്തില്ലെന്ന് പറഞ്ഞാൽ ഇറിന്റെ കാര്യമുണ്ടല്ലോ. അപ്പോ സരൺ ചേട്ടാ, ഇന്നത്തെ എപ്പിസോഡിന്റെ വകയായിട്ട് ഒരു സ്പെഷ്യൽ സ്നേഹോപഹാരം ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുകയാണ്. സ്വീകരിക്കണം. അത് കൈമാറാൻ വേണ്ടി ഞാൻ രമേശ് ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രമേശ് ചേട്ടാ, പ്ലീസ് കം. ശ്രീ സാജൻ പള്ളുരുത്തി, മിമിക്രിയിലെ എൻ്റെ യാത്രയിൽ അല്ലെങ്കിൽ ഹാസ്യലോകത്തെ എൻ്റെ യാത്രയിൽ എടുത്തു പറയാവുന്ന നാഴികല്ലുകൾ എണ്ണി അടയാളപ്പെടുത്തിയാൽ അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥലത്ത് ഉള്ള ഒരു വ്യക്തിത്വമാണ്. സലീംകുമാറിനോടൊപ്പം പ്രോഗ്രാം ആരംഭിച്ച ശേഷം പിന്നീട് ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി കടന്നു വന്ന് ഒരുപാട് വർഷം ഇപ്പോഴും അദ്ദേഹത്തോടൊപ്പമാണ് പ്രോഗ്രാമുകൾ സ്റ്റേജുകളിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഒരുപക്ഷെ ധർമ്മജനേക്കാൾ കൂടുതൽ സ്റ്റേജ് ഷോകൾ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരാളാണ് സാജൻ ചേട്ടൻ എന്ന് പറയുന്നത്. ഞങ്ങൾ അത്രയും വേദികൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. പെട്ടെന്ന് മിമിക്രി ലോകത്ത് ഐറ്റങ്ങളുടെ സാഞ്ചേട്ടൻ നേരത്തെ പറഞ്ഞ ഐറ്റങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, ഒരാളൊരു ഐറ്റം ഉണ്ടാക്കിയാൽ അത് പെട്ടെന്ന് ഒരാൾ കട്ടുകൊണ്ട് പോകും. പക്ഷെ സാഞ്ചേട്ടൻ ഉണ്ടാക്കുന്ന ഐറ്റങ്ങൾ ഇതുവരെ മറ്റ് മിമിക്രിക്കാർക്ക് കട്ടുകൊണ്ട് പോകാൻ പറ്റാത്ത ഐറ്റങ്ങളാണ്. ഇതിന് അങ്ങനെ കൊണ്ടുപോയി പേറ്റന്റഡ് ഐറ്റങ്ങളാണ്, വേറെ ആൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരുപാട് സിനിമകൾ, വേദികൾ, കാസറ്റുകൾ, ടെലിവിഷൻ ഷോകൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ, ഒപ്പം സാംസ്കാരിക രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും കാര്യങ്ങളും എല്ലാം ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. അത്രയധികം നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സാഞ്ചേട്ടൻ രണ്ടാമതൊരിക്കൽ കൂടി ഫണ്ട്സ് അപ്പോൺ എ ടൈമിൻ്റെ ഈ വേദിയിലേക്ക് വന്നതിന് അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് അമൃത ടിവിയുടെയും ഫണ്ട്സ് അപ്പോൺ എ ടൈമിൻ്റെയും വകയായിട്ടുള്ള ഒരു ആദരവ് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് നൽകുന്നു.